രാവിലെ തറവട്ടം ശ്രീനാരായണ സേവാ സഭ, ശ്രീനാരായണ വനിതാ സമാജം, ശ്രീനാരായണ യുവജന സംഘടനയുടെയും ആഭിമുഖ്യത്തിൽ 97ാമത് ശ്രീനാരായണ ഗുരുദേവ സമാധി ദിനാചരണം തറവട്ടം ശ്രീനാരായണ നഗറിൽ വെച്ച് നടന്നു. രാവിലെ 6-ന് പ്രഭാത പേരിയും 10 മണിക്ക് ഉപവാസവും നടന്നു. തുടർന്ന് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് BA ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് IPS KN ബാൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. SNEF കേന്ദ്ര സമിതി സെക്രട്ടറി KP ഗോപാലകൃഷ്ണൻ, KP കൃഷ്ണകുമാരി, KP പ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വൈകിട്ട് 3:30-ന് ഉപവാസവും 6-ന് ദീപക്കാഴ്ചയും തുടർന്ന് പ്രസാദകരണവും നടന്നു. സേവാസഭ തറവട്ടം തീയമ്പള്ളി പെട്ടെന്നാണ് എന്നെ ഈ ഒരു കാര്യത്തിലേക്ക് ക്ഷണിച്ചത്. ഇന്നിവിടെ എത്തിച്ചേരാൻ പറ്റുമെന്ന് എനിക്ക് അത്ര വിശ്വാസം പോരായിരുന്നു. കാരണം കഴിഞ്ഞ ഈ ബുധനാഴ്ച ആലപ്പുഴയിലൊരു പരിപാടി, ദീർഘമായ 3 പരിപാടി. ആ യാത്ര എന്ന് പറയുന്നത് ഇവിടുന്ന് പറവൂരിൽ നിന്ന് അവിടെ വരെ എത്താനിപ്പം കട്ടിച്ച് 1.5 മണിക്കൂർ വേണ്ടത് 4.5 മണിക്കൂറാണ് യാത്ര. റോഡിൻ്റെ പണി, മേൽപ്പാലത്തിൻ്റെ പണിയാണ്. എന്തായാലും നടുവേദന ഒരു 10-40 വർഷം മുതലുള്ളതാണ്. എനിക്ക് തീരെ പ്രായം ആയിട്ടില്ല. ഇപ്പം പ്രായം പറയാൻ പാടില്ലെന്നാണ്. എങ്കിലും 86 വയസ്സിൽ ഓടുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. നടുവേദന ഉണ്ട്. എങ്കിലും മഹാവൈദ്യനായ ഗുരുദേവൻ, അപൂർവ വൈദ്യനായ ഗുരുദേവൻ ഈ ഒരു ചടങ്ങിൽ എന്നെ എത്തിച്ചു തരും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. ഞാനിവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ നടുവേദന കുറയുകയും ചെയ്തിട്ടുണ്ട്. ഗുരുദേവന് എൻ്റെ വന്ദനം. ഇപ്പം ഇവിടെ ഈ സമാധി ദിനാചരണം നടക്കുന്നത് പോലെ തന്നെ ലോകത്തെമ്പാടും ശ്രീനാരായണ ധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ മാത്രമല്ല, അല്ലാത്തവരും ഇങ്ങനെയുള്ള ഈ സമാധി ദിനാചരണങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു ഉദാഹരണം, ചെറിയൊരു ഉദാഹരണം. ഇത് ജാർഖണ്ഡിൽ റായ്പൂർ നടക്കുന്ന ഒരു പരിപാടി. കഴിഞ്ഞ 43 വർഷമായി ഈ ചതയം മുതൽ കന്നി 5 വരെ ഒരു മാസം തുടർച്ചയായി ഉപവസിക്കുന്ന ഒരു വ്യക്തി കൊല്ലത്തുണ്ട്. ശാശ്വതാനന്ദ സ്വാമി മഠം അധിപതിയായിരുന്ന കാലം മുതൽ തുടങ്ങിയതാണ്. അപ്പം ഈ വർഷം പുള്ളി 33 ദിവസം ഉപവാസം ആചരിക്കേണ്ടി വന്നു. അത് ഇങ്ങനെ വന്നു, തീയതി വന്നു. അപ്പോൾ കൊല്ലത്ത് നിന്ന് ആരംഭിച്ച ഈ വർഷത്തെ ഉപവാസം, അത് രാത്രി ശാലം കഞ്ഞി മാത്രമേ വ്യക്തി കഴിക്കത്തുള്ളൂ. ഈ 33 ദിവസവും ഇന്നിപ്പോൾ അവിടെ ഉപവാസം അവസാനിച്ചിട്ടുണ്ട്. റായ്പൂരിൽ സുവർണകുമാർ എന്നാണ് ആ വ്യക്തിയുടെ പേര്. 83 വയസ്സുണ്ട്. കഴിഞ്ഞ 43 വർഷങ്ങളായി ഉപവാസം അനുഷ്ഠിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇതിപ്പോൾ നടന്നു വരുന്നുണ്ട്. വർഷം കഴിയുന്തോറും ഇതിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വരുന്നുണ്ട്. ഉപവാസം എന്തിനാണ്? ഉപവാസം ശരീരത്തിന് നല്ലതാണ്, ആരോഗ്യം കിട്ടും, ആമാശയത്തിന് നല്ലതാണ്, നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിന് നല്ലതാണ്, നല്ല നല്ല കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ഉരുവിടുമ്പോൾ മനസ്സിനും ആരോഗ്യം കിട്ടും. അതാണ് അതിൻ്റെ ശാസ്ത്രീയ വശം. അതായത് മാനുഷിക ശാസ്ത്രീയ വശം അത്രയേ ഉള്ളൂ. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ കേട്ടു ഇതിന് ചില നടപടിക്രമങ്ങൾ പുതിയതായിട്ടൊക്കെ എവിടുന്നൊക്കെ ഇറക്കി വിടുന്നുണ്ട്. നിങ്ങൾ കണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ഞാൻ കണ്ടതാണ്. പുതിയ നടപടിക്രമങ്ങൾ, അത് പാടില്ല, ഇത് പാടില്ല എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ശരി, ഞാനിവിടെ നിന്ന് ഭയന്നാണ് ഞാനിവിടെ വന്നത്. ഭയന്ന് വരാൻ കാരണം ഈ ചടങ്ങുകളിൽ സാധാരണ പങ്കെടുക്കുന്നവർ ധരിക്കുന്ന തരത്തിലുള്ള വസ്ത്രം എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഒരു മഞ്ഞയും ഒക്കെ ആയിട്ടുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ ധരിച്ച് കാണുന്നത്, സ്ത്രീയും പുരുഷനും. അപ്പോൾ അതില്ലാതെ ഞാൻ വരുന്നത് ശരിയാണോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു, ഒരു ഭയമുണ്ടായിരുന്നു. ഏതായാലും ഇവിടെ വന്നപ്പോൾ അതെനിക്കത് മാറി. ഇവിടെ ഉള്ളവരൊന്നും അങ്ങനൊരു വലിയ ഓർത്തഡോക്സ് ചിന്താഗതിയിലുള്ളവരല്ലെന്ന് എനിക്ക് മനസ്സിലായി. വളരെ സന്തോഷം. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് എറണാകുളത്ത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ 2 പരിപാടിയുണ്ട്. എന്നേക്കാൾ 2 ചെറുപ്പക്കാരവിടെ ഉണ്ട്. അപ്പം ഞാൻ ഈ 86 വയസ്സിലും പലയിടത്തും ഇങ്ങനെ ഓടുന്നുണ്ട് പല പരിപാടിക്കും. അപ്പോൾ
എൻ്റെ ഭാര്യയും മക്കളും രണ്ടുപേരും എന്തിനാ ഡാഡി ഇങ്ങനെ ഓടുന്നത്, ഇത്രയും പോകരുത് എന്നൊക്കെ പറയുമ്പോൾ, ഇത്രയും പ്രായത്തിൽ ഇനി അത്രയൊന്നും ഓടരുതെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഫാൻ ഓൺ ചെയ്യാമെന്നല്ലേ, ഫാൻ ഓൺ ചെയ്യാമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അവരിരുന്ന് വേർത്ത് നശിക്കും. വിളക്ക് അങ്ങനെ കത്തിക്കോളും, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്തത് എന്നോട് ഇവർ പറയുമ്പോൾ ഞാൻ പറയും, എന്നേക്കാൾ 2 ചെറുപ്പക്കാർ എൻ്റെ മുമ്പിൽ ഓടുന്നുണ്ട്. അതാരാ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? എന്നേക്കാൾ ചെറുപ്പമുള്ള, ഞാൻ ജാതി പറയുകയല്ല, അവർ പ്രമുഖരാണ്, എന്നേക്കാൾ പ്രായമുള്ളവരാണ്, എൻ്റെ മുമ്പിൽ ഓടുന്നുണ്ട് 2 പേര്. ഈഴവരാണ്, ഞാൻ ജാതി പറയുകയല്ല കേട്ടോ. മുമ്പേ എൻ്റെ പിതാവിൻ്റെ കാര്യം സൂചിപ്പിച്ചു. ഞാൻ 6 മാസം പ്രായം മാത്രമുള്ളപ്പം എൻ്റെ പിതാവ് മരിച്ചാണ്. ഞാൻ 8ാമത്തെ ആളാണ്. ശ്രീനാരായണ ധർമ്മ പ്രചാരണത്തിന് വേണ്ടി സിംഗപ്പൂരിൽ, മലയ തുടങ്ങിയ രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് 8 മാസം തുടർച്ചയായിട്ടുള്ള പ്രസംഗ പര്യടനത്തിൽ ഇടപെട്ട് നിൽക്കുമ്പോഴാണ് അദ്ദേഹം പെട്ടെന്ന് മരിക്കുന്നത്. അതിന് ശേഷമാണ് ഞാൻ ഈ നിൽക്കുന്നത്. അപ്പോൾ അതാരാ 2 ചെറുപ്പക്കാരെന്ന് നിങ്ങൾക്ക് പറയാം ആർക്കെങ്കിലും? ചോദ്യം ചെയ്ത് വിഷമിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയും സാനു മാസ്റ്റർ. എൻ്റെ മുമ്പിൽ സാനു മാസ്റ്ററുണ്ട്. ഈ ഒക്ടോബറിൽ 98 വയസ്സ് തികയും. കെട്ടുന്നു നീക്കില്ല, അത്ര മാത്രമേ ഉള്ളൂ, കയ്യും പറ്റും. എന്നാലും കഴിഞ്ഞ ആഴ്ച ഇവിടുന്ന് കോട്ടയത്ത് പോയിരിക്കുന്നു. തന്നെ പറയുന്നുണ്ട്, ബാലനിച്ചിരി റിസ്ക് ആയിപ്പോയെങ്കിലും ഞാൻ പോയിരുന്നു. എന്താ, അതാണ് അദ്ദേഹം. ആരെയെന്ന് കണ്ടു കാണിച്ചാലും കൂടങ്ങ് പോകും. അപ്പം അത് പണ്ടത്തെ ജോൺ പോൾ എന്ന് പറഞ്ഞൊരു സിനിമ സ്ക്രിപ്റ്റ് എഴുത്തുകാരനുണ്ട്, അത് തട്ടിയൻ മനുഷ്യൻ. അദ്ദേഹം ഒരിക്കൽ സാനു മാസ്റ്ററെ പറ്റി പറഞ്ഞത്, സാനു മാസ്റ്റർ പെണ്ണായി ജനിക്കാതിരുന്ന ഭാഗ്യമായി, ആരെയെന്ന് കണ്ടു കാണിച്ചാലും കൂടങ്ങ് പോകുന്നു. സത്യമാണ്. ഇപ്പോഴും ഈ വയസ്സിലും ആരെങ്കിലും ചെന്ന് വിളിച്ചാൽ ആ ചടങ്ങിലേക്ക് എത്തിയിരിക്കും, നിരാശപ്പെടുത്തില്ല. അടുത്തൊരു അതുപോലൊരു ചെറുപ്പക്കാരനുണ്ട്, അതിന് നിങ്ങളാരും പറയുന്നില്ല, ജസ്റ്റിസ് സുമാര സാർ. അദ്ദേഹം 94 കഴിഞ്ഞ ആളാണ്. അദ്ദേഹം ഇതുപോലെ വിവിധ ചടങ്ങുകളിൽ നിരന്തരം പങ്കെടുത്തുള്ളൂ. അവർക്ക് പോകാമെങ്കിൽ അതിൻ്റെ ഒത്തിരി ചെറുപ്പമില്ല, എനിക്ക് പോകാമല്ലോ. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നു. ഞങ്ങൾ കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അവർ 2 പേര് പങ്കെടുക്കുന്ന 2 ചടങ്ങിലേക്ക് എനിക്ക് പോകാനുമില്ല. എങ്കിലും ഈ പുറത്തിരിക്കുന്ന അത്ര ആളുകൾ ഈ 115 അംഗങ്ങളുടെ പ്രതിനിധികളായതുകൊണ്ട് എന്തെങ്കിലും ഞാനൊന്ന് പറയാതെ പോകുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ ആരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഉപവാസം നടത്തുന്നത്, അദ്ദേഹം ആരായിരുന്നു എന്ന് സന്യാസിമാരും പണ്ഡിതന്മാരും ഒക്കെ അദ്ദേഹം എഴുതിയ 64 കൃതികളുടെ വ്യാഖ്യാനങ്ങളോടുകൂടി, ഹോമ പൂജാദികളോടുകൂടി നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ ഹോമത്തിലും പൂജയിലുമൊക്കെ ഇരിക്കുമ്പോൾ അദ്ദേഹം ആരാണ്, എന്തായിരുന്നു എന്ന് കൃത്യമായി ബോധ്യമുള്ളവർ അതിൽ 5% പോലും കാണില്ല എന്ന് എൻ്റെ വിശ്വാസം. എനിക്കറിയത്തില്ല. 64 കൃതികളിൽ ചെറുതും വലുതുമായ 64 കൃതികളുണ്ട്. ദാർശനിക കൃതികൾ, സ്ത്രോത്രങ്ങൾ, അത് അങ്ങനെയെല്ലാമായിട്ടും. തമിഴുണ്ട്, മലയാളമുണ്ട്, എല്ലാം ഉണ്ട്, സംസ്കൃതമുണ്ട്. അപ്പം അത് ഈ ഹോമങ്ങളിൽ പങ്കെടുക്കുന്ന ആയിരങ്ങളിൽ 5% പോലും മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞാനീ പറയുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ ഈ വിഷയം വിട്ടുപോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. അദ്ദേഹത്തിന് ആദ്യത്തെ ജീവചരിത്രം എൻ്റെ കയ്യിൽ ഇഷ്ടമുണ്ട്. ഗുരുസ്വാമിയുടെ ആദ്യത്തെ ജീവചരിത്രം. ഗുരുസ്വാമിയുടെ ആദ്യത്തെ ജീവചരിത്രം എഴുതിയത് ആരാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം നമ്മൾ ഈ ഉപവാസം അനുഷ്ഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറയുന്നത്, അതെന്തിനാണ് നമ്മുടെ ഉപവാസം, എവിടുന്ന് ഗുരുസ്വാമിയുടെ നാമധേയത്തിൽ ഒരു ഉപവാസം എങ്ങനെ എന്ന് ആരംഭിച്ചു എന്നുള്ളതിലേക്ക് വരാൻ വേണ്ടി ഞാൻ സംസാരിക്കുന്നു. അപ്പം ഈ ജീവചരിത്രം ആദ്യം എഴുതി തുടങ്ങിയത് കുമാരനാശാനാണ്. ഇപ്പം പല അവകാശവാദങ്ങൾ മുമ്പോട്ട് വെക്കുന്നുണ്ട്. 1912 ഒരു ഗോപാലപിള്ള ഡോക്ടർ എഴുതി
അതുപോലെ 1912 തന്നെ അയ്യാക്കുട്ടി ജഡ്ജി, അതാരാന്നറിയാം നിങ്ങൾക്ക്? ഇവിടുത്തുകാരന് അയ്യാക്കുട്ടി ജഡ്ജി സഹോദരൻ അയ്യപ്പൻ്റെ ഭാര്യാപിതാവാണ്. സഹോദരൻ അയ്യപ്പൻ ആരാണെന്നറിയാമോ? കൊച്ചി രാജ്യത്തെ ആ കാലഘട്ടത്തിലെ ഒരു മന്ത്രിയായിരുന്നു. പുലയൻ അയ്യപ്പൻ എന്നായിരുന്നു അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ടിരുന്നത്. പന്തിഭോജനം 1917 നടത്തി. ഗുരുദേവന്റെ ഈ ചെറായിയിൽ സഹോദരൻ അയ്യപ്പൻ സ്മാരകമുണ്ട്. നിങ്ങൾ ആരെങ്കിലും പോയി കണ്ടിട്ടുണ്ടോ? കണ്ടു കാണും. അതുകൊണ്ട് സൂക്ഷിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവ് അയ്യാക്കുട്ടി ജഡ്ജി SNDP യോഗത്തിന്റെ 8ാം വാർഷികത്തിൽ ശിവേരിയിൽ വെച്ച് ഗുരുദേവന്റെ ജീവചരിത്രം എഴുതി വായിച്ചു എന്നൊരു ക്ലെയിമുണ്ട്, ഒരു അവകാശവാദമുണ്ട്. ശരിയാണ്, എഴുതി വായിച്ചത് ശരിയാണ്. 1912 അദ്ദേഹം എഴുതി വായിച്ചു. അത് കഴിഞ്ഞ് 1916 ഷഷ്ടിപൂർത്തിക്ക് സമയത്ത് 1916 കുമാരനാശാൻ ഒരു ലഘുജീവചരിത്രം എഴുതി വായിച്ചു. അതും ശരിയാണ്. ആ കുമാരനാശാൻ അന്നത്തെ SNDP യോഗത്തിന്റെ മുഖപത്രമായ ആദ്യത്തെ SNDP യോഗത്തിന്റെ ആദ്യത്തെ മുഖപത്രം ഏതാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇപ്പൊ SNDP യോഗത്തിന്റെ മുഖപത്രം ഏതാണെന്ന് ആർക്കെങ്കിലും അറിയുമോ? സാറില്ല, ചോദ്യമില്ല, ബോറടിക്കും. അപ്പൊ ചോദ്യോത്തരം വന്നു കഴിയുമ്പോൾ ബോറായിരിക്കും. SNDP യോഗത്തിന്റെ ആദ്യത്തെ മുഖപത്രം 1903 തുടങ്ങിയത് വിവേകോദയം എന്ന് പറഞ്ഞൊരു മാസികയാണ്. വിവേകോദയം അത് ഏതാണ്ട് 1975 നയിച്ചു. അതിനുശേഷം SNDP യോഗത്തിന്റെ 95 ലക്ഷത്തോളം വരുന്ന ഈഴവ ജനസംഖ്യയുടെ സഭയുടെ മുഖപത്രം യോഗനാഥം ഒരു കാലിത്തൊഴുത്ത് പോലെ ഒരു വൃത്തികെട്ട സ്ഥലത്ത് അത്ര മോശമായ രീതിയിൽ 95 ലക്ഷം പേര് അംഗങ്ങളുള്ള, അംഗസംഖ്യ 35 ഉള്ളൂ, അംഗസംഖ്യ എടുത്തിരിക്കുന്നത്. പക്ഷെ ഇഴവരായിട്ടുള്ളവർ 95 ലക്ഷത്തിലധികം ഉണ്ട് ലോകത്ത്. ആ ഒരു പത്രം ഈ ലോകത്തുള്ള ഏതൊരു പത്രത്തിനേക്കാളും മെച്ചമായ രീതിയിൽ ആ ചട്ടക്കൂടോടുകൂടി ഇറക്കാവുന്നത് വളരെ മോശമായ നിലയിലാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഈടുത്ത ലേഖനങ്ങളൊന്നും തന്നെ ഇല്ല, നല്ല എഴുത്തുകാരുടെ ലേഖനങ്ങളൊന്നുമില്ല. കോട്ടെ അത് വിടുന്നു. അപ്പം വിവേകോദയത്തിൻ്റെ 1915 ഏപ്രിൽ മുതൽ 1916 ഒക്ടോബർ വരെയുള്ള ലക്കങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് എന്താണ് വിഷയം? അപ്പോൾ ആ ലക്കങ്ങളിൽ കണ്ടശയായിട്ട് പ്രസിദ്ധീകരിച്ചാണ് ഗുരുദേവന്റെ 57 വയസ്സ് വരെയുള്ള ജീവചരിത്രം. പക്ഷെ അത് പുസ്തക രൂപത്തിൽ പിന്നെ 1979 മാത്രമേ വന്നിട്ടുള്ളൂ. ഗുരുദേവുമ്പോൾ എന്താണ് നമ്മളിപ്പോൾ അവതാരം എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണൻ ദേവിമാരൊക്കെ മയിലിൻ്റെ പുറത്തും ഒട്ടകത്തിൻ്റെ പുറത്തും കാളയുടെ പുറത്തും പശുവിൻ്റെ പുറത്തും ഒക്കെ വരുന്ന ദേവീദേവന്മാരെ നമ്മൾ കാണുന്നുണ്ട്. അതല്ല അവതാരം. അതിന് എക്സ്പ്ലനേഷൻ ഇവിടെ വരുന്നുണ്ട്. എന്നാൽ ഒരു പരമഹംസനായതിനു ശേഷം, മഹായോഗിയായതിനു ശേഷം, ഋഷീശ്വരനായതിനു ശേഷം ആ തലത്തിൽ മാത്രം ജനങ്ങളിൽ നിന്ന് വേറിട്ട് എവിടെയോ ഒരൊറ്റ സ്ഥലത്ത് മാത്രം വിഹരിക്കാതെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് അവരോടൊപ്പം അവർക്ക് വേണ്ടി ആയുസ്സും വംശും ഒഴിഞ്ഞു വെച്ച ഒരു രീതി, അതാണ് അവതര രീതി, അതാണ് അവതാരം, അതാണ് ഗുരുദേവൻ. ഇതാർക്കറിയാം? പറഞ്ഞു തരുമോ? ഇതാർക്കെങ്കിലും ഹോമം നടത്തുന്നവര് പറഞ്ഞു തരത്തില്ല. അവർക്ക് അതിൻ്റെ വരുമാനം വേണം, അത്രയേ ഉള്ളൂ. അവർ അതിൻ്റെ പരസ്യം വേണം, അത്രയേ ഉള്ളൂ. ഭൂമിയിൽ വന്ന് ജനിക്കുന്നതല്ല. ധർമ്മ സംസ്ഥാപനത്തിനായി നീതിയുടെ ഏതോ നിയമം അനുസരിച്ച് ഈശ്വര ചൈതന്യത്തോടുകൂടി മഹാത്മാക്കൾ ജനിക്കുന്നു. ബോറടിക്കുന്നുണ്ട് പറയണം, കൈപൊക്കിയാൽ മതി. അല്ല പണ്ടൊരു പള്ളിയച്ഛൻ പറഞ്ഞാൽ ഒരു ചെറിയ ഷൂളോ അടിച്ചാൽ മതി നിർത്തിക്കോളാം. പള്ളിയിലച്ഛൻ പറഞ്ഞ കഥ അറിയാമോ? അത് പിന്നെ പറയാം, വേറൊരവസരത്തിൽ പറയാം. ഇപ്പം ചോദിക്കരുത്. ഈശ്വര ചൈതന്യത്തോട് മഹാത്മാക്കൾ ജനിക്കുന്നു. ഇന്ന വർണ്ണത്തിലെന്നില്ല, ഇന്ന മതത്തിലെന്നില്ല, ഇന്ന യുഗത്തിലെന്നില്ല, ഇന്ന ദേശത്തെന്നില്ല. അവരാണ് അവതാര പുരുഷന്മാർ. ശ്രദ്ധിക്കണം. ഈ ജീവചരിത്രക്കാരൻ ഗുരുസ്വാമിയോടുള്ള അന്ധമായ ആരാധനയുടെയോ സ്നേഹത്തിൻ്റെയോ ബഹുമാനത്തിൻ്റെയോ പുറത്തെഴുതുന്ന അല്ലിത്. കൃത്യമായ നിരീക്ഷണം നടത്തി പഠനം നടത്തിയതിന് ശേഷം കുട്ടിക്കാലം മുതൽ ഓർമ്മ വെച്ച കാലം മുതൽ ഗുരുവിനെ കണ്ടിട്ടുള്ള ആളാണ്.
നേരിട്ട് അറിവുള്ള കാര്യങ്ങളും പിന്നെ പഠനത്തിൽ നിന്നും നിരീക്ഷണത്തിൽ നിന്നും വരുന്നതാണ്. അല്ലാതെ അന്ധമായ ഒരു ആരാധനയുടെ പുറത്തു വരുന്നൊരു വാചകമാണ് ഇത് കാണുന്നത്. ഒന്നും തന്നെ യാഥാർത്ഥ്യം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അവരാണ് അവതാര പുരുഷന്മാർ, അവരാണ് ലോകഗുരുക്കന്മാർ. ബ്രഹ്മശ്രീ നാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ ഇപ്പോൾ നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്ന ഒരു ലോകഗുരുവാകുന്നു. 1921 103 വർഷങ്ങൾക്ക് മുമ്പ് ഗുരുദേവൻ ഒരു മഹാഗുരുവാണ്, ലോകഗുരുവാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുവാണ്. അപ്പം നമുക്ക് ആ വില കുറഞ്ഞു വരുന്നത് എനിക്കൊരു സംശയമുണ്ട്. നമ്മളത് ഉൾക്കൊള്ളുന്നില്ല പൂർണ്ണമായിട്ടും. നമ്മൾ മറ്റേതോ തരത്തിലേക്ക് ചിന്തിക്കുന്നു. അയ്യമ്പള്ളി തറവട്ടം ശ്രീനാരായണ സേവാ സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് സമാധി ആചരണമാണ് നമ്മളിന്നിവിടെ സംയുക്തമായി നടത്തുന്നത്. നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ നാട്ടിലെ മുഴുവൻ അംഗങ്ങളെയും ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ടാണ് ഈ ആചരണ പരിപാടി നടത്തുന്നത്. അതിൽ ഇന്നിവിടെ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന ഉദ്ഘാടനം നിർവഹിക്കുന്ന ഡോക്ടർ ബാൽ IPS അദ്ദേഹത്തിൻ്റെ ഇവിടെ ഇന്ന് നമ്മുടെ ക്ഷണപ്രകാരം ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടാതെ ഇനി KP ഗോപാലകൃഷ്ണൻ, ശ്രീമതി കൃഷ്ണകുമാരി, ശ്രീ KP പ്രസാദ് എന്നിവരുടെ പ്രഭാഷണങ്ങളും വനിതാ സമാജത്തിൻ്റെ സമൂഹ പ്രാർത്ഥന, ശേഷം ദീപക്കാഴ്ച, കൂടാതെ പ്രസാദ വിതരണം എന്നിവ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി സഭ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 97ാമത് ഗുരുദേവൻ്റെ സമാധിയോടനുബന്ധിച്ച് ശ്രീനാരായണ സഭയിൽ നടത്തുന്ന ഒരു പൂജയും ഇതൊരു നാമങ്ങളും കഴിഞ്ഞ് ഒരു പ്രസാദവും കഴിഞ്ഞ് വൈകുന്നേരം പ്രസാദം കൊടുത്ത് ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുകയാണ്.